നടൻ അയാളുടെ ശരീരത്തെയും ശബ്ദത്തെയും ഭാവചലനങ്ങളെയും ഒക്കെ വേർപെടുത്താനാകാത്ത വിധം കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയെന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അത്തരത്തിലെ മലയാളത്തിലെ ചുരുക്കം ചില അഭിനേതാക്കളിൽ ആദ്യ നിരയിൽപ്പെട്ട മലയാളി കണ്ടറിഞ്ഞ തിലകൻ എന്ന മഹാനടന് ഇന്ന് 88ാം ജന്മദിനം. ഏതുതരം കഥാപാത്രവുമാകട്ടെ, അവയിലൊക്കെ തന്റേതായ തനിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു തിലകൻ ടച്ച് പതിപ്പിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. മലയാള സിനിമ ഒരു കടലാണെങ്കിൽ അതിൽ ലയിച്ചു ചേർന്ന ഉപ്പാണ് തിലകൻ എന്ന് തന്നെ പറയാം. ഹാസ്യത്തിന്റെയും ഗൗരവ പ്രകൃതത്തിന്റെയും ശാന്തതയുടെയും നിസ്സഹായതയുടെയും ക്രൂരതയുടെയും വാത്സല്യത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ പല പല തലങ്ങളിലേക്ക് അവയുടെയൊക്കെ ആഴങ്ങളിൽ നീന്തുന്നവയായിരുന്നു ഓരോ തിലകൻ കഥാപാത്രവും. കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷാമം? എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കുന്ന് കയറി പറഞ്ഞിട്ടാണെങ്കിലും. എവിടെ നോക്കട്ടെ. ഇത് കുറുന്തോട്ടിയാ? കൊണ്ട് കലടോ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കണ്ടെങ്കിൽ നായിക്കൊറണയാ. ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകത്ത നിന്നൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കണാരാ? കുറുന്തോട്ടി കണ്ടാ മനസ്സിലാവാഞ്ഞിട്ടല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല, ക്ഷാമാണെന്ന്. എടാ നിന്നെയൊക്കെ സൃഷ്ടിച്ച് എന്നെ വേണം ചവിട്ടാൻ. പോടാ എന്റെ മുമ്പിന്ന്. ഇതിനെ കൊണ്ടുപോ. കിരീടത്തിലെ അച്യുതൻ നായരും സ്ഫടികത്തിലെ ചാക്കോ മാഷും നരസിംഹത്തിലെ ജസ്റ്റിസ് കരുണാകര മേനോനും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത അച്ഛൻ കഥാപാത്രങ്ങളാണ്. മൂന്നു പേരുടെയും സാഹചര്യങ്ങളും കാലവും വ്യത്യസ്തമായിരിക്കുമ്പോഴും ആന്തരിക ജീവിതത്തിൽ ചില സമാനതകളുണ്ട്. എന്നാൽ തിലകൻ അവരെ മൂന്ന് മനുഷ്യരാക്കി, മൂന്ന് ഭാവങ്ങളും ചലനങ്ങളും നൽകി. അവരുടെ വൈകാരിക പ്രകടനങ്ങളിൽ പോലും ആ വ്യത്യസ്തത പ്രകടമായിരുന്നു. നാടോടിക്കാറ്റ്, മൂന്നാം പക്കം, പെരുന്തച്ചൻ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പിൻഗാമി, ഗോഡ്ഫാദർ, മൂക്കില്യ രാജ്യത്ത്, യവനിക, പഞ്ചവടിപ്പാലം, കാട്ടുകുതിര, ചക്കിക്കൊത്ത ശങ്കരൻ, കിലുക്കം, സന്ദേശം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ഉസ്താദ് ഹോട്ടൽ എന്നിങ്ങനെ തിലകന്റെ മികച്ച പ്രകടനങ്ങളുള്ള സിനിമകളുടെ പട്ടിക നീളുന്നു. ഇവയിലൊക്കെയും ഓരോരോ തിലകനെയാണ് പ്രേക്ഷകർ കണ്ടത്. ഗൗരവ പ്രകൃതമുള്ള കഥാപാത്രങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിച്ചതെങ്കിലും ഹാസ്യപ്രധാനമായ കഥാപാത്രങ്ങളായി നിറഞ്ഞാടുന്ന തിലകനെയാണ് മൂക്കില്യ രാജ്യത്തിലും പഞ്ചവടിപ്പാലത്തിലും ചക്കിക്കൊത്ത ശങ്കരനിലും നാടുവാഴികളിലുമൊക്കെ പ്രേക്ഷകർ കണ്ടത്. കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ സ്ത്രീലമ്പടനായ നടേശൻ മുതലാളി പ്രേക്ഷകരിൽ വെറുപ്പ് സൃഷ്ടിച്ച മറ്റൊരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു. തിലകനിലെ നടന്റെ ഏറ്റവും വലിയ ബലം അദ്ദേഹത്തിന് നാടകവേദികളിലൂടെ കിട്ടിയ മികച്ച ശിക്ഷണമായിരുന്നു. അതിനാൽ തന്നെ വേണ്ടും വിധം ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ മികവ്. ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ, ഇതെന്താ? കാമ്പടല്ലേ പോത്ത്? നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആകെ ഒറ്റക്കാലനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണു? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് എന്തിനാ എന്നെ കൊണ്ടുപോണേ? നീ എത്തുപോയോണ്ട്. അതേസമയം ഇടക്കാലത്ത് സിനിമയിൽ അർഹിക്കുന്ന അവസരങ്ങൾ തിലകന് ലഭിച്ചില്ല. സിനിമയ്ക്ക് പുറത്ത് താരസംഘടനയുമായുണ്ടായ തർക്കങ്ങളും തന്റെ മൂർച്ചയേറിയ നിലപാടുകളുമായിരുന്നു അതിന് കാരണം. പിന്നീട് രോഗങ്ങളും പ്രതിസന്ധികളും വന്നപ്പോഴും തിലകൻ എന്ന നടൻ വിശ്വരൂപം പ്രാപിച്ച് വീണ്ടും വെള്ളിത്തിരയിൽ നിറഞ്ഞു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യൻ റുപ്പിയിലെ അച്യുതമേനോനും ഉസ്താദ് ഹോട്ടലിലെ കരീമിക്കയും തിലകനിലെ നടനെ അതിന്റെ തീവ്രതയിൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത്. ഒരു നടൻ അയാളുടെ കരിയറിൽ പകർന്നാടിയ കഥാപാത്രങ്ങളൊക്കെയും മറ്റൊരാൾക്കും പുനരവതരിപ്പിച്ചു ഫലിപ്പിക്കാനാകാത്തത്ര പൂർണ്ണതയിലേക്ക് എത്തിയെന്നത് തിലകനെ പോലെ ചിലർക്കു മാത്രം ലഭിക്കുന്ന അംഗീകാരമാണ്. നീ എന്നെ ചതിച്ചു, അതിനെന്നെ കൊന്നോളൂ. എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്. ഏതാടാ നിന്റെ മക്കള്? ഇതിൽ നിന്റെ മോളെ മാറ്റി നിർത്ത്. അവന്റെ മക്കളുടെ ജീവൻ എനിക്ക് വേണം. എല്ലാവരും എന്റെ മക്കളാണ്. ഒടുവിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തനിക്ക് മാത്രമായി ഒരു സിംഹാസനം തീർത്ത് 2012 സെപ്റ്റംബർ 24 തന്റെ 77ാം വയസ്സിൽ തിലകൻ വിട പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.